ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന എറ ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യ അതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8981862766 9995673426. മുതിർന്ന CPM നേതാവ് G. സുധാകരനുമായി നല്ല ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയായിരുന്നപ്പോൾ നീതിപൂർവ്വം പ്രവർത്തിച്ചയാളാണ് G. സുധാകരൻ. താനും സുധാകരനെ കണ്ടിട്ടുണ്ട്. G. സുധാകരനെ KC വേണുഗോപാൽ കണ്ടത് വ്യക്തിപരമാണെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. CPIM-ൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവമായി നിരീക്ഷിക്കുന്നു. CPIM-നെ ജീർണത ബാധിച്ചിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും VD സതീശൻ വ്യക്തമാക്കി. ചർച്ച നടന്നുവെന്ന് പറയുന്ന വാർത്തകൾ തെറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. ഈ വിഷയം രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാമെന്നും അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല എന്നും VD സതീശൻ പറഞ്ഞു. കാണാൻ പോകുന്ന പൂരം നേരത്തെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ആരുടെയും പുറകെ നടന്ന് കോൺഗ്രസിലേക്കോ UDF-ലേക്കോ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. KPCC പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട സംഘടനാ വിഷയങ്ങൾ KPCC പ്രസിഡന്റ് പറയുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പാർട്ടി നിലപാടുകളിൽ ആകൃഷ്ടരായി പലരും വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെയും VD സതീശൻ പ്രതികരിച്ചു. KSEB-യിൽ നടക്കുന്നത് കെടുകാര്യസ്ഥതയെന്നും സർക്കാർ എടുക്കുന്നത് എല്ലാം തലതിരിഞ്ഞ തീരുമാനങ്ങളാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ആളുകളുടെ പേരുകൾ പുറത്തുവിടണം. അതിനെന്തിന് സർക്കാർ മടിക്കുന്നു? അത്തരക്കാരെ സംരക്ഷിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.